ഹായ്, വെൽക്കം ബാക്ക്. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ ലവ്ലി ഷാജി, യോഗ ട്രെയിനർ ആൻഡ് നാഷണൽ യോഗ റബ്ബി. കേൾവിക്കുറവിന് പരിഹാരമായി ചെയ്യാവുന്ന ഒരു മുദ്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഹൃദയാരോഗ്യത്തിന് ഹൃദയമുദ്ര എന്നൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അപ്പം അതിലൊരാൾ കമൻറ്റ് ചെയ്തു, കേൾവിക്കുറവിന് പരിഹാരമായിട്ട് എന്തെങ്കിലും മുദ്രയുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. മുദ്രകളെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രകൃതി പോലെ തന്നെ നമ്മുടെ ശരീരവും പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലെ ഓരോ വിരലുകളും പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഈ മുദ്രകളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം അത് നിങ്ങൾ കണ്ടാൽ വിശദമായിട്ട് കുറച്ചുകൂടി മനസ്സിലാവും. ആദ്യം ചെയ്ത വീഡിയോയിൽ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യട്ടുണ്ടോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. എന്നാലും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ ഓരോ വിരലുകളും പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇത് അഗ്നിതത്വത്തെ സൂചിപ്പിക്കുന്നു. ഈ വിരല് വായു, ഇതാണ് ആകാശം, സ്പേസ് എലമെന്റിനെ സൂചിപ്പിക്കുന്നത്. അതുപോലെ മോതിരവിരൽ സൂചിപ്പിക്കുന്നത് എർത്ത്, ഭൂമിയെ സൂചിപ്പിക്കുന്നു. ചെറുവിരൽ ജലതത്വത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ മുദ്രകളുടെ അനുപാതം നമ്മുടെ ശരീരത്തിൽ ശരിയാകാതെ വരുമ്പോഴാണ് നമ്മൾക്ക് രോഗങ്ങളുണ്ടാകുന്നതെന്നാണ് മുദ്രാശാസ്ത്രം പറയുന്നത്. യോഗയുടെ തന്നെ മറ്റൊരു വിഭാഗമായിട്ട് വേണമെങ്കിൽ പറയാം മുദ്രകളെ. അപ്പോൾ നമ്മൾ മിക്ക യോഗാസനങ്ങളിലും നമ്മൾ മുദ്രയോടും കൂടി അനുഷ്ഠിക്കാറുണ്ട്. അപ്പം ഒരു ഡബിൾ ഇഫക്റ്റ്, കൂടുതൽ നല്ല റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. മെഡിറ്റേഷനിലൊക്കെ നമ്മൾ ജ്ഞാനമുദ്ര അല്ലെങ്കിൽ ചിന്മുദ്ര ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേൾവിക്കുറവിന് പരിഹാരമായിട്ട് ചെയ്യാവുന്ന മുദ്ര ആകാശമുദ്ര എന്ന് പറയും. ആകാശമുദ്ര സ്പേസ് എലമെന്റിനെ ബാലൻസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മിഡിൽ ഫിംഗർ, ഈ മിഡിൽ ഫിംഗറും നമ്മുടെ തള്ളവിരലും കൂടെ ടിപ്പുകൾ തമ്മിൽ യോജിപ്പിക്കുക. ബാക്കി വിരലുകൾ നിവർന്ന് തന്നെ ഇരിക്കണം. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മുദ്രകൾ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കൈയിലും മുദ്ര ചെയ്യണം. അപ്പോൾ ഇങ്ങനെ രണ്ട് കൈയിലും നമ്മുടെ നടുവിരലും തള്ളവിരലും കൂടെ യോജിപ്പിച്ച് പിടിക്കുക. ബാക്കിയുള്ള വിരലുകൾ നിവർത്തി വയ്ക്കുക. ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ പോസിൽ ഇരുന്നിട്ട് നമ്മൾ ഈ മുദ്രകൾ അനുഷ്ഠിച്ചാൽ കൂടുതൽ പ്രയോജനമുണ്ട്. അതുപോലെ നിങ്ങൾ ഡെയിലി രാവിലെ യോഗ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മെഡിറ്റേഷൻ പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ ഈ മുദ്ര പിടിച്ച് ചെയ്താൽ നല്ല പ്രയോജനം ലഭിക്കും. ഇതിൻ്റെ മറ്റു ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന മുദ്രയാണ് ആകാശമുദ്ര. കാരണം ഇത് നമ്മുടെ ത്രോട്ട് ചക്ര, വിശുദ്ധി ചക്രയുടെ സ്ഥാനം ഇവിടെയാണ്, നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത്. അപ്പോൾ ത്രോട്ട് ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നു. ഹോർമോണൽ ഇംബാലൻസ് അത് പരിഹരിക്കുന്നു. അതുപോലെ നമ്മുടെ ബോഡിയെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നുണ്ട്. ബോഡി ആൻഡ് മൈൻഡിനെ ക്ലീൻ ആക്കുന്നു. അങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന മുദ്രയാണ്. എല്ലാ ദിവസവും ചെയ്യണം. മുദ്രകൾ 1-2 ദിവസം ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. തുടർച്ചയായിട്ട് 1 മാസമെങ്കിലും നിങ്ങൾ ചെയ്യുക. അതും അതിരാവിലെ ചെയ്യുക, എംറ്റി സ്റ്റൊമക്കിൽ ചെയ്യുക. ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നതൊന്നും മുദ്ര ചെയ്യണ്ട. ഒരു 30-45 മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് അത്ര സമയം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വീതം 3 തവണയായിട്ടൊക്കെ ചെയ്യുക. പിന്നെ ആകാശമുദ്ര ചെയ്യുമ്പോൾ വാതദോഷം ഉള്ള ആൾക്കാർ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്കറിയാവുന്ന ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത് വാതം, പിത്തം, കഫം. ആയുർവേദ പ്രകാരം ഈ ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ നമുക്ക് രോഗങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ വാതദോഷം കൂടുതലുള്ളവരാണെങ്കിൽ ഈ മുദ്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.